ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി കയറ്റി. നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ കാർബേറ്ററിനകത്ത് വരുന്ന ഈ സ്ലോ ജെറ്റ് ബ്ലോക്കാണ്. അതേപോലെ തന്നെ ഈ വരുന്ന ചോക്കിൻ്റെ ലിവറും കേബിൾ വലിക്കുമ്പോൾ ഫുൾ ലോക്കായ അവസ്ഥയിലാണ് നിന്നിരുന്നത്. അപ്പോൾ സംഭവിച്ചേണ്ട കേസ് എന്ന് വെച്ചാൽ സ്ലോ ജെറ്റും ബ്ലോക്കാണ്, ചോക്കും ലോഡായ. ഇപ്പോൾ വണ്ടി ഓൾറെഡി മെയിൻ ജെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കൂടുതൽ പെട്രോൾ വലിച്ചു കയറ്റുകയും പ്ലഗ് ഷോർട്ടായി പോവുകയും ചെയ്തു. നിലവിൽ പ്ലഗ് നമ്മൾ മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കി. പ്ലഗ് നമ്മൾ കിടക്കുന്നത് പുതിയ പ്ലഗ്ഗാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. കൂടുതൽ പെട്രോൾ ഇറങ്ങി ചെന്നപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ഡെപ്പോസിറ്റ് വന്നിട്ട് അത് ഷോർട്ടായതാണ് നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാൻ കാരണം. ഇപ്പോൾ പ്ലഗ് നമ്മൾ പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് മണ്ടത്തരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു പ്ലഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രശ്നവും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാർബേറ്റർ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും വേണ്ടി അയച്ചാൽ. കാരണം ഇത് പ്ലഗ് പുതിയതാണ്, കാർബേറ്റർ ക്ലീൻ ചെയ്തേക്കണതായിട്ടാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. എയർ ഫിൽറ്ററും പുതിയ എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്റർ പ്ലഗൊക്കെ നമ്മൾ കിടക്കണത് ചാത്തനാണ്, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളാണ് നമ്മൾ കിടക്കണത്. ഇപ്പോൾ നിലവിലെ എയർ ഫിൽറ്റർ തൽക്കാലം ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ വലിയ പഴക്കമായിട്ടില്ല. പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ പ്ലഗും ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ പ്ലഗിൻ്റെ ഷോർട്ടിങ് കാര്യം ഉള്ളത് കൊണ്ട് തന്നെ പ്ലഗും കൂടി നമ്മൾ എന്തെങ്കിലും കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അത് കൂടാതെ കാർബേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന സ്ലോ ജെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് നമ്മൾ അഴിച്ച് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലയിൻറ്റിൻ്റെ ഒരു മെയിൻ റീസൺ. ഇപ്പോൾ വരുന്ന പെട്രോൾ എന്ന് പറയുമ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. 20% പെട്രോളിൽ എത്തനോളിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്തിട്ടാലും ഇപ്പോൾ പുതിയ ജെറ്റ്, ഈ ജെറ്റ് മാറ്റി പുതിയ ജെറ്റാണ് നമ്മൾ ഇടണം. ഏകദേശം ജെറ്റിന് ഒരു 100 താഴെ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. പുതിയ ജെറ്റിട്ടൊക്കെ ക്ലോസ് ചെയ്താലും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ചില കേസിൽ തന്നെയും വണ്ടിക്ക് ഓവർഫ്ലോൻ്റെ പ്രശ്നം വരാറുണ്ട്. അതായത് കാർബേറ്ററിൻ്റെ ഈ അടിയിൽ വരുന്ന പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് ഓവർഫ്ലോ ആയി പോകുന്ന കംപ്ലയിൻറ്റും വരാറുണ്ട്. അത് വരുന്നത് കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണു, ഈ സ്ലോ ജെറ്റ് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പെട്രോൾ ഓവർഫ്ലോ വരികയോ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് തുടർച്ചയായിട്ട് കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കാർബേറ്റർ അസംബ്ലി ഫുള്ളായിട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മളത് കൊണ്ടുപോകുന്ന ഒരു കണ്ടീഷനിലേക്ക് റെഡി ആക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കുന്നത്, അത് നിലവിൽ മാറ്റുന്നില്ല, അത് തന്നെയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. പ്ലഗ് നമ്മൾ മാറ്റിയിട്ട് കമ്പനി ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 135 രൂപ നമുക്ക് പ്ലഗിൻ്റെ വരാം. പിന്നെ കാർബേറ്ററിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഈ സ്ലോ ജെറ്റിന് ഏകദേശം 100 താഴെ നമുക്കതിന് കോസ്റ്റ് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മളതിൻ്റെ ബാറ്ററി ഒന്ന് അഴിച്ച് ചാർജിലേക്ക് ഇടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ബാറ്ററി നമുക്കിതും ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടും 4 ആംപിയറും എന്ന ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. ഈ ബാറ്ററി നമ്മൾ സെൽഫ് അടിച്ച് തുടർച്ചയായിട്ട് അടിച്ചതുകൊണ്ടായിരിക്കാം ചാർജ് ഡിസ്ചാർജാണ്, തീരെ ചാർജ് കുറവാണ്. അപ്പോൾ ബാറ്ററിയും കൂടി നമ്മളൊന്ന് അഴിച്ച് ചാർജ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണ വർക്കുകൾ. കാർബേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട്, കാർബേറ്ററിൻ്റെ ഉള്ളിൽ വരുന്നൊരു സ്ലോ ജെറ്റ് മാറ്റിയിടുന്നുണ്ട്. പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോളൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ ക്ലീനർ ഒരു സ്പ്രേ ആണ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ കാർബേറ്റർ സ്പ്രേ കെമിക്കൽ സ്പ്രേ ആണ്, ആ കെമിക്കൽ സ്പ്രേയുടെ എമൗണ്ട് വരും. പിന്നെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് വരും. പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് ഇടണുണ്ട്, 135 രൂപ പ്ലഗിൻ്റെ വരും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. ഇതിപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്നും കൂടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം. മിസ്സിങ്ങിൻ്റെ പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേഷൻ ചെയ്യാം. ഇപ്പം നിലവിൽ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്നൊരു ഐഡിയ വേണമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ വാട്സാപ്പിനകത്തേക്ക് ഈ വീഡിയോ ഇപ്പോൾ എടുത്താണ് വീഡിയോയും കൂടി അയച്ചു തരാം. അതേപോലെ തന്നെ വാട്സാപ്പിനകത്ത് നമുക്ക് അതിൻ്റെ കൊട്ടേഷനും നമുക്ക് വരുന്ന ചാർജിൻ്റെ എമൗണ്ട് കൂടിയും അതിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കാണാം, എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കാം. അതിന് ശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.